നമസ്കാരം. എല്ലാ മാന്യപ്രേക്ഷകർക്കും അസ്ട്രോളജിക്കൽ ലൈഫിൻ്റെ പുതിയ ഒരു അധ്യായത്തിലേക്ക് ഹാർദമായ സ്വാഗതം. ഞാൻ അമൽ സനാതനം. നമ്മൾ 27 നക്ഷത്ര ജാതരായിട്ടുള്ള വ്യക്തികളുടെ 2024 വിഷു വർഷക്കാലത്തെ ഫലങ്ങളാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. കഴിഞ്ഞ അധ്യായത്തിൽ നമ്മൾ പറഞ്ഞു നടത്തിയത് ഭരണി നക്ഷത്ര ജാതരായിട്ടുള്ള വ്യക്തികളുടെ വിഷു വർഷത്തെ ഫലങ്ങളെക്കുറിച്ചിട്ടാണ്. ഇന്നത്തെ അധ്യായത്തിൽ നക്ഷത്ര പട്ടികയിൽ 3ാമത്തെ സ്ഥാനം അലങ്കരിക്കുന്ന കാർത്തിക നക്ഷത്ര ജാതരായിട്ടുള്ള വ്യക്തികൾക്ക് ഈ ഒരു വിഷു വർഷക്കാലം എപ്രകാരമായിരിക്കും എന്നുള്ളതാണ് നമ്മൾ നോക്കുവാനായിട്ട് പോകുന്നത്. സാമ്പത്തികമായി പലതരത്തിൽ ഉയരാൻ സാധിക്കുന്ന ഒരു വർഷം, അതുപോലെ തന്നെ പല ഗുണകരമായ കാര്യങ്ങളും, അതായത് പ്രത്യേകിച്ചും കലാമേഖലയിൽ നിൽക്കുന്നവർക്കൊക്കെ വളരെ ഗുണകരമായിട്ടുള്ള കാര്യങ്ങൾ വന്നു ഭവിക്കുന്ന ഒരു വർഷമാണ് ഈ വിഷുവർഷക്കാലം എന്ന് പറയുന്നത്. വിദേശയാത്രാ തടസ്സങ്ങളൊക്കെ മാറുന്ന ഒരു കാലയളവ് കൂടിയിരിക്കും. അതുപോലെ വിദേശത്ത് ജോലി ചെയ്യുന്നവർക്ക് ഏറെ നാളുകളായിട്ട് നിങ്ങൾ കമ്പനിയൊക്കെ മാറുവാനൊക്കെ, അല്ലെങ്കിൽ നിങ്ങൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സ്ഥലത്ത് നിന്നും കുറേ കൂടി സാലറി കിട്ടുന്ന ഒരു സ്ഥലത്തേക്ക് നിങ്ങൾ എത്തിപ്പെടാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ ആ കാര്യങ്ങളൊക്കെ നടക്കുന്ന ഒരു വർഷം കൂടിയായിരിക്കും കാർത്തികയെ സംബന്ധിച്ച് ഈ ഒരു വിഷുവർഷക്കാലം എന്ന് പറയുന്നത്. സാമ്പത്തികപരമായിട്ട് പറഞ്ഞാൽ, സാമ്പത്തികമായി കാർത്തികയ്ക്ക് ഈ വിഷുവർഷക്കാലത്തിൽ ഉന്നമനം തീർച്ചയായിട്ടും ഉണ്ടാകും. പലതരത്തിലുള്ള വരുമാന മാർഗങ്ങൾ നിങ്ങളിലേക്ക് വന്നു ഭവിക്കും. എല്ലാ തരത്തിലുള്ള ഐശ്വര്യങ്ങളും നിങ്ങൾക്ക് വന്നു ഭവിക്കുന്ന ഒരു വർഷമാണ് ഈ ഒരു വിഷുവർഷക്കാലം എന്ന് പറയുന്നത്. അതുപോലെ പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ടത്, കടം കൊടുത്ത പണം നിങ്ങൾക്ക് തിരികെ ലഭിക്കുന്ന ഒരു വർഷം കൂടിയാണ് ഈ വിഷുവർഷക്കാലം. അതായത് ഏറെ നാളുകളായിട്ട് നിങ്ങളൊരാൾക്ക് പണം കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് ഒരുപാട് നാളുകളായിട്ട് നിങ്ങൾ അതിനു വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ, അല്ലെങ്കിൽ അവരുടെ പുറകെ നടക്കുക, അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും ഈ ഒരു വിഷുവർഷക്കാലത്തിൽ നിങ്ങൾക്ക് മാറ്റിയെടുക്കാനായിട്ട് സാധിക്കും. നിങ്ങൾ കടം കൊടുത്ത പണമൊക്കെ കുറേശ്ശെ ആണെങ്കിലും നിങ്ങൾക്ക് തിരിച്ച് ലഭിക്കുന്ന ഒരു വർഷമായിരിക്കും ഈ വിഷുവർഷക്കാലം എന്ന് പറയുന്നത്. കുടുംബപരമായിട്ട് സന്തോഷം നിലനിൽക്കുന്ന ഒരു വർഷമായിരിക്കും. പ്രത്യേകിച്ചും സന്താനങ്ങളെ കൊണ്ട്, മക്കളെ കൊണ്ട് ഒരുപാട് തരത്തിലുള്ള സന്തോഷങ്ങൾ നിങ്ങൾക്കുണ്ടാകുന്ന ഒരു വർഷം. ഏറെ നാളുകളായിട്ട് വിവാഹം കഴിഞ്ഞ് സന്തതികളില്ലാതെ വിഷമിക്കുന്ന കാർത്തിക നക്ഷത്ര ജാതരായിട്ടുള്ള വ്യക്തികളുണ്ടെങ്കിൽ ഈ വിഷുവർഷക്കാലത്തിൽ നിങ്ങൾക്ക് ഒരു സന്താന ഭാഗ്യം ഉണ്ടാകുന്ന ഒരു വർഷം കൂടിയായിരിക്കും. കുടുംബസമേതം പുണ്യസ്ഥലങ്ങൾ, ആരാധനാലയങ്ങളൊക്കെ സന്ദർശിക്കുവാനും കുടുംബത്തിൽ എല്ലാവരും പരസ്പരം ഒരുമിച്ച് സ്നേഹത്തോടും സഹകരണത്തോടും കൂടി മാനസികമായി അടുക്കുന്ന, നല്ല രീതിയിൽ മാനസികമായി അടുക്കുന്ന സ്നേഹവും സന്തോഷവും ഒക്കെ നിലനിൽക്കുന്ന ഒരു വർഷമായിരിക്കും ഈ വിഷുവർഷക്കാലം എന്ന് പറയുന്നത്. ഏതെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങളാൽ മാറി നിന്നിരുന്ന, അല്ലെങ്കിൽ നിങ്ങൾ തമ്മിൽ വഴക്കായി നിൽക്കുന്ന ബന്ധുക്കളോ അല്ലെങ്കിൽ മിത്രങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ അവരൊക്കെ ഈ പിണക്കങ്ങളൊക്കെ തീർത്ത് നിങ്ങളുമായി ഇണങ്ങുന്ന ഒരു വർഷം കൂടിയാണ് ഈ വിഷുവർഷക്കാലം എന്ന് പറയുന്നത്. പ്രണയ സംബന്ധമായിട്ട് പറഞ്ഞാൽ, പ്രണയത്തിൽ ആദ്യത്തെ 6 മാസക്കാലം കമിതാക്കൾക്കിടയിൽ പിണക്കങ്ങളും തർക്കങ്ങളും ഒക്കെ ഉണ്ടായി നിൽക്കുന്ന, അത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ക്ലാഷിംഗ് ഒക്കെ ഉണ്ടായി നിൽക്കുന്ന ഒരു വർഷമായിരിക്കും. ഈ 6 മാസങ്ങൾ പിന്നിട്ട് കഴിഞ്ഞാൽ ഗുണകരമായിട്ടുള്ള രീതിയിൽ പൂർവാധികം സ്നേഹത്തോടു കൂടി തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ ബന്ധം തുടർന്നു കൊണ്ടുപോകുവാൻ തീർച്ചയായും സാധിക്കും. വിവാഹപരമായി പുരുഷന്മാർക്ക് അവസാനത്തെ 4 മാസങ്ങളാണ് കൂടുതൽ ഗുണകരം. ഈ വിഷുവർഷത്തിൻ്റെ അവസാനത്തെ 4 മാസങ്ങളാണ് കൂടുതൽ ഗുണകരമായിട്ട് കാണുന്നത്. നിങ്ങൾക്ക് വിവാഹത്തിന് ആ സമയമാണ് കുറേ കൂടെ ബെറ്ററായിട്ട് കാണുന്നത്. നിങ്ങൾക്ക് അനുയോജ്യമായ പങ്കാളികളെയൊക്കെ നിങ്ങൾക്ക് തേടിയെത്തുവാൻ, അല്ലെങ്കിൽ കണ്ടെത്തി എടുക്കുവാനൊക്കെ സാധിക്കുന്നത് ഈ ഒരു കാലയളവിലായിരിക്കും. അതുപോലെ സ്ത്രീകൾക്ക് വിവാഹത്തിലൂടെ എല്ലാ തരത്തിലുമുള്ള ഉയർച്ച ഉണ്ടാകുന്ന ഒരു കാലയളവാണ് ഈ വിഷുവർഷക്കാലം എന്ന് പറയുന്നത്. നിങ്ങൾ വിവാഹം കഴിക്കുന്ന പങ്കാളിയുടെ പിൻബലം കൊണ്ടോ സ്നേഹം കൊണ്ടോ ഏത് തരത്തിലായിരുന്നാലും സ്ത്രീകളായിട്ടുള്ള കാർത്തിക നക്ഷത്ര ജാതർക്ക് വിവാഹത്തിലൂടെ എല്ലാ തരത്തിലുള്ള ഉയർച്ചയും പ്രശസ്തിയും ഉണ്ടാകുന്ന ഒരു വർഷമായിരിക്കും ഈ ഒരു വിഷുവർഷക്കാലം. പൊതുവേ കാർത്തിക കീർത്തി കേൾക്കും എന്നാണ് പറയുന്നത്. അപ്പോൾ ആ കീർത്തി നിങ്ങൾക്ക് വിവാഹത്തിലൂടെ തന്നെ സംഭവ്യമാകും എന്നുള്ള ഒരു പ്രത്യേകത കൂടി ഈ ഒരു വിഷുവർഷക്കാലത്തിൽ ഉണ്ട്. ഉദ്യോഗപരമായി പറഞ്ഞു കഴിഞ്ഞാൽ, ഏറെ നാളുകളായിട്ട് സർക്കാർ ഉദ്യോഗത്തിന് ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന കാർത്തിക നക്ഷത്ര ജാതർക്ക് സർക്കാർ ഉദ്യോഗം ലഭിക്കുന്ന ഒരു വർഷം കൂടിയാണ് ഈ ഒരു വിഷു വർഷക്കാലം എന്ന് പറയുന്നത്. അതുപോലെ ട്രാൻസ്ഫർ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾക്കൊക്കെ ശ്രമിക്കുന്ന നിലവിൽ ഉദ്യോഗസ്ഥരായിരിക്കുന്നവർക്ക് നിങ്ങൾ ആഗ്രഹിക്കുന്ന ഇടങ്ങളിലേക്ക് ട്രാൻസ്ഫർ നേടിയെടുക്കാനൊക്കെ ഈ ഒരു വിഷുവർഷക്കാലത്തിൽ സാധിക്കുന്നതായിരിക്കും. വിദ്യാർത്ഥികളായിട്ടുള്ള കാർത്തിക നക്ഷത്ര ജാതരായിട്ടുള്ള വ്യക്തികളെ സംബന്ധിച്ച് പുതിയ മേഖലയിലേക്ക് നിങ്ങൾക്ക് പഠനത്തിന് തയ്യാറെടുക്കുന്ന, പ്രത്യേകിച്ചും പ്രൊഫഷണൽ കോഴ്സുകൾക്ക് തയ്യാറെടുക്കുന്ന കാർത്തിക നക്ഷത്ര ജാതരായിട്ടുള്ളവർക്ക്
വളരെ പെട്ടെന്ന് തന്നെ ആ ഒരു കോഴ്സിലേക്ക് അഡ്മിഷനൊക്കെ ലഭിക്കുകയും അതിലൂടെ നിങ്ങൾക്ക് ഒരുപാട് തരത്തിലുള്ള നല്ല സുഹൃത്തുക്കളെയും നല്ല ഗുരുക്കന്മാരെയും ഒക്കെ ലഭിക്കുന്ന ഒരു കാലയളവ്. അതുപോലെ തന്നെ മത്സര പരീക്ഷ സംബന്ധമായിട്ടുള്ള ജോലികൾ, ഇപ്പോൾ ഉദാഹരണത്തിന് സിവിൽ സർവീസോ അല്ലെങ്കിൽ KAS കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസോ അത്തരത്തിലുള്ള ഈ മത്സര പരീക്ഷാ സംബന്ധമായിട്ടുള്ള ജോലിക്ക് ശ്രമിക്കുന്നവർക്കും നിങ്ങൾക്കത് നേടിയെടുക്കുവാൻ സാധിക്കും. അതിന് 100-ൽ 80% അതിന് ചാൻസ് ഉണ്ട്. നല്ല രീതിയിലുള്ള പ്രയത്നം നിങ്ങൾ അതിന് വേണ്ടിയിട്ട് നടത്തിക്കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നിങ്ങൾക്കത് നേടിയെടുക്കുവാനായിട്ട് സാധിക്കും. അതുപോലെ ഭൂമി സംബന്ധമായിട്ട് കൃഷി, ഭൂമി എന്നിവയിലൂടെ ഈ വർഷം കാർത്തിക നക്ഷത്ര ജാതർക്ക് വരുമാനം വർദ്ധിക്കുന്ന കാലയളവ് തന്നെയാണ്. പക്ഷേ അവസാനത്തെ ഒരു 3 മാസക്കാലം നിങ്ങൾക്ക് ചെറിയ തോതിലുള്ളൊരു ഇടിവ് സംഭവിക്കും. പക്ഷേ എന്നിരുന്നാൽ അത് പെട്ടെന്ന് നിങ്ങൾക്ക് റിക്കവർ ചെയ്ത് കൊണ്ടുവരാനൊക്കെ സാധിക്കും. പക്ഷേ വിഷുവിൻ്റെ തുടക്കം മുതൽ പിന്നീട് അങ്ങോട്ടുള്ള ആ വിഷു വർഷത്തിൻ്റെ അവസാനത്തെ ആ ഒരു സമയം വരെ ഭൂമി സംബന്ധമായിട്ടും കൃഷി സംബന്ധമായിട്ടും ഒക്കെ ഉന്നമനമുണ്ടാകുന്ന ഒരു വർഷം. നിങ്ങൾക്കതിലൂടെ ഒരുപാട് വരുമാനങ്ങൾ നേടിയെടുക്കുവാനും സാധിക്കുന്നതായിരിക്കും. അതുപോലെ ബിസിനസ് സംബന്ധമായിട്ട് പുതിയ സംരംഭങ്ങൾ തുടങ്ങാൻ കാർത്തികയ്ക്ക് പൊതുവേ നല്ല സമയമാണ്. പക്ഷേ കഴിവതും നിങ്ങൾ തുടങ്ങാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നു എന്നുണ്ടെങ്കിൽ ഈ ചിങ്ങം, കന്നി തുടങ്ങിയ മാസങ്ങളിൽ നിങ്ങൾ മാക്സിമം അത് തുടങ്ങുവാനായിട്ട് ശ്രമിക്കുക. കന്നിയിലോട്ട് പോകാതെ തന്നെ ചിങ്ങത്തിൽ തന്നെ തുടങ്ങിക്കഴിഞ്ഞാൽ അത്രയും നല്ലതായിരിക്കും. ചിങ്ങമാസത്തിൽ നിങ്ങൾ പുതിയ സംരംഭങ്ങൾ തുടങ്ങുക എന്നുള്ളതാണ് ഈ വിഷുവർഷക്കാലത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. പുതിയ സംരംഭങ്ങൾ നിങ്ങൾ തുടങ്ങുകയാണെന്നുണ്ടെങ്കിൽ നിലവിൽ ബിസിനസ് ചെയ്തുകൊണ്ടിരിക്കുന്നവർക്ക് നല്ല രീതിയിലുള്ള വരുമാനം, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സാമ്പത്തികമായി ഓൾറെഡി ഒരു ഉന്നമനം കാർത്തിക നക്ഷത്രത്തിനുണ്ട്. എങ്കിലും ബിസിനസ് സംബന്ധമായി നിലനിൽക്കുന്നവർക്കും നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഈ കാര്യങ്ങളിലൂടെ സാമ്പത്തികമായിട്ടുള്ള വരുമാനം ബിസിനസ്സിൽ കൂടെ നിങ്ങൾക്ക് നേടിയെടുക്കുവാനായിട്ട് തീർച്ചയായും സാധിക്കുന്നതാണ്. ആരോഗ്യ സംബന്ധമായി പറഞ്ഞാൽ വർഷാവസാന സമയം, വിഷുവർഷത്തിൻ്റെ അവസാന സമയങ്ങളിൽ ആരോഗ്യ പ്രശ്നങ്ങൾ ഉടലെടുക്കാൻ സാധ്യതയുണ്ട്. പ്രത്യേകിച്ചും ത്വക്ക് സംബന്ധമായിട്ടുള്ള രോഗങ്ങൾ, ഉദര സംബന്ധമായിട്ടുള്ള രോഗങ്ങൾ, അസ്ഥി സംബന്ധമായിട്ടുള്ള രോഗങ്ങൾ, ഈ 3 തരത്തിലുള്ള ഏതെങ്കിലും രോഗങ്ങൾ വർഷാവസാനത്തിൽ വന്ന് ഭവിക്കാൻ വളരെ സാധ്യതയുണ്ട്. ഇത് പ്രത്യേകിച്ചും കാർത്തിക നക്ഷത്ര ജാതരായിട്ടുള്ള 40 വയസ്സിനും 60 വയസ്സിനും ഇടയിൽ പ്രായമുള്ള മധ്യവയസ്കരെന്നൊക്കെ നമ്മൾ പറയുന്ന വ്യക്തികളിലാണ് ഇത് കൂടുതലായി വന്ന് ഭവിക്കാൻ സാധ്യതയുള്ളത്. ഏതെങ്കിലുമൊക്കെ അത്തരത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ നിങ്ങൾക്ക് ഇപ്പോഴേ അനുഭവപ്പെടുന്നെങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ള ട്രീറ്റ്മെൻറ്റുകളൊക്കെ നിങ്ങൾ എടുത്ത് മുന്നോട്ട് പോവുക. അതുപോലെ നേരത്തെ അശ്വതിയുടെ കാര്യം പറഞ്ഞതുപോലെ തന്നെ കാർത്തിക നക്ഷത്ര ജാതരും കുടുംബ ദേവതകളെ നല്ല രീതിയിൽ പ്രാർത്ഥിച്ച് മുമ്പോട്ട് പോവുക. അതുപോലെ പിതൃക്കളെ, ഇപ്പോൾ നിങ്ങളുടെ മരണപ്പെട്ടു പോയ പിതൃക്കൾ, ഇപ്പോൾ അച്ഛനോ അമ്മയോ അങ്ങനെയുള്ള, അല്ലെങ്കിൽ അപ്പൂപ്പനോ അമ്മൂമ്മയോ ഒക്കെ അത്തരത്തിലുള്ള ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ ആ പിതൃക്കൾക്ക് വേണ്ട കാര്യങ്ങൾ കൂടി പ്രഥമ്യ നിങ്ങൾ ചെയ്യേണ്ട കാര്യം അതാണ്. അതുപോലെ ദോഷപരിഹാരാർത്ഥം കാർത്തിക നക്ഷത്ര ജാതർ ചെയ്യേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം വിഷ്ണുമായ സ്വാമി, വിഷ്ണുമായ ചാത്തനെ നന്നായി പ്രാർത്ഥിക്കുക. അല്ലെങ്കിൽ വിഷ്ണുമായ ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തുന്നതും അവിടെ എന്തെങ്കിലുമൊക്കെ നിങ്ങളാൽ കഴിയുന്ന വഴിപാടുകളൊക്കെ ചെയ്യുന്നത് വളരെയധികം ഗുണകരമായിരിക്കും. അതുപോലെ ശനിയാഴ്ച ദിവസങ്ങളിൽ ശാസ്താവിന് നീരാജനം സമർപ്പിക്കുന്നതും കാർത്തിക നക്ഷത്രത്തിന് ഗുണകരമാണ്. അതുപോലെ ഭഗവതി ക്ഷേത്രത്തിൽ പുഷ്പാർച്ചന നടത്തുന്നത്, അത് മാസത്തിൽ ഒരു വെള്ളിയാഴ്ചയെങ്കിലും നിങ്ങളത് ചെയ്യുക. അത് ഉറപ്പായിട്ടും ചെയ്യണമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. കാർത്തിക നക്ഷത്ര ജാതരെ സംബന്ധിച്ച് ഭഗവതി ക്ഷേത്രത്തിൽ ദേവിക്കൊരു പുഷ്പാർച്ചന കഴിപ്പിച്ച് കൂടി മുമ്പോട്ട് പോകുന്നത് നല്ലതായിരിക്കും. പൊതുവെ എല്ലാ തരത്തിലുള്ള ഗുണാനുഭവങ്ങളും വന്നു ഭവിക്കേണ്ട ഒരു വർഷമാണ് കാർത്തികയെ സംബന്ധിച്ച് ഈ വിഷുവർഷക്കാലം എന്ന് പറയുന്നത്. അതിനു വേണ്ടിയിട്ടുള്ള പ്രാർത്ഥനകളും അതിനു വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളും നിങ്ങൾ ഉറപ്പായും നടത്തി മുമ്പോട്ട് പോവുക. എല്ലാ കാർത്തിക നക്ഷത്ര ജാതരായിട്ടുള്ള വ്യക്തികൾക്കും സർവ്വ ഐശ്വര്യങ്ങളും നിറഞ്ഞൊരു വിഷുക്കാലം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം.